ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഒന്ന്, എൻ്റെ മൈക്കിനെ കുറിച്ച് പല ആൾക്കാരും പറയുന്നുണ്ട് കംപ്ലൈൻ്റ് ആയിട്ടും. അതെനിക്കറിയാം, കാരണം ഞാൻ ഇത്രയും കാലം ഞാൻ യൂട്യൂബിന് അങ്ങനെ രീതിയിൽ നോക്കിയിട്ടില്ല. ഇപ്പോൾ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനൊരു, കാരണം പലരും ഈ കാര്യം പറയുന്നത് കൊണ്ട് എനിക്കത് ക്ലിയർ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈക്ക് കിട്ടേണ്ട താമസം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റിങ്സ് ക്ലിയർ ആക്കും. ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട ഫെലോ ട്രേഡേഴ്സ് അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. അതൊന്ന്. രണ്ടാമത്, സൺഡേയിലെ വെബിനെയറിൻ്റെ കേസ്. സൺഡേയിലെ വെബിനെയറിൽ ഇതുവരെ തന്നെ 400 പേരായിട്ടുണ്ട്. അപ്പം എൻ്റെ ഇവിടുത്തെ ഒരു ടീമിൻ്റെ ഭാഗത്തു നിന്ന് വന്ന് പറഞ്ഞത് നമുക്കൊരു 100 പേരെയും കൂടെ ഉൾപ്പെടുത്തി 250 ഇത് 2 സെഷനാക്കി പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഇതിൽ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി നിങ്ങൾ വച്ച് അതെനിക്കൊന്ന് എൻ്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെതായ ആൻസർ തരും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെർട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അടിപൊളി ദിവസം എന്ന് വെച്ചാൽ അടിപൊളി ദിവസമായിരുന്നു. ഒരു പൊസിഷൻ പോലും കോൾ സൈഡിൽ എടുക്കാത്ത രീതിയിലേക്ക് വന്ന ഒരു ദിവസം കൂടെ ആയിരുന്നു. കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇടയ്ക്ക് ചെറിയൊരു ട്രേഡ് ചെയ്തു. നമ്മൾ ആ 2583 ഈ 25,000 ഭാഗത്ത് മാർക്കറ്റ് വന്ന് റിവേഴ്സൽ വന്ന സമയത്ത് ചെറിയൊരു കോൾ സൈഡ് ട്രേഡ് ഒക്കെ ചെയ്ത് എക്സ്പയറി ചെറിയ ട്രേഡ് ഒക്കെ ചെയ്ത് 10-30 പോയിന്റ് എടുക്കുന്നല്ലാതെ പ്യുവർലി ഇന്ന് എന്റെ വ്യൂ ബേറിഷ് ആയിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇന്നലത്തെ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്ത് തന്നെ ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ചെയ്തു. ടച്ച് ആയവും സംശയമുണ്ട്, ഇല്ല ടച്ച് ആയിട്ടില്ല, തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങി. ഇന്നലെയും ആ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ പോയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി നിന്നു. ഒരു ക്ലോസിംഗ് ഒരു ഡിസിസീവ് തന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ മുകളിലോട്ട് കയറുന്നതിനെക്കാട്ടി മാർക്കറ്റിന് താല്പര്യം താഴോട്ട് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു എന്താണ്, ഒരു മൂവ് വരേണ്ട സമയമായിട്ടുണ്ട് മാർക്കറ്റിൽ. ഇന്ന് എൻ്റെ ബെയറിഷ് റെഫറൻസ് പൊട്ടി മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി S1ഉം S2ഉം ക്ലിയർ ആക്കി. കാരണം കഴിഞ്ഞ RBI ദിവസം വന്ന എല്ലാ സിംഗിൾ പ്രിന്റ്സും അവൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ വ്യക്തമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഇവൻ വ്യക്തമായിട്ട് സിംഗിൾ പ്രിന്റ്സുകൾ എല്ലാം ഫില്ല് ചെയ്ത് നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പം സിംഗിൾ പ്രിന്റ്സ് ഇതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രൊഫൈൽ. ഇത് 3 ദിവസത്തെ ബാലൻസ് ഏരിയ, അത് പൊട്ടി താഴേക്ക് വന്ന് സി ഓൾമോസ്റ്റ് ഇനിയും കുറച്ചും സി അല്ല, ഇതാണ് സിംഗിൾ പ്രിന്റിന്റെ ഏരിയ 24,826 ഭാഗം വരെ വ്യക്തമായിട്ട് അവൻ വന്നു. നമ്മളെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാം, ബെയറിഷ് റെഫറൻസ് പൊട്ടി തന്നെ നിന്നു. ഫസ്റ്റ് പയ്യെ S1 വന്നു, സി പീരീഡ് ആയപ്പം വന്നു, തിരിച്ച് ജെ പീരീഡിൽ തന്നെ S2 വന്നു. ചുരുക്കി പറഞ്ഞാൽ S1 S2 മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. കൃത്യമായി S1 S2ന്റെ ഭാഗത്ത് തന്നെ S2ന്റെ ഭാഗത്തൊക്കെ തന്നെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ കോൺടെക്സ്റ്റ് ഫോളോവറിന് ഇതൊരു വയറ് നിറയ്ക്കുന്ന ഒരു ദിവസവും കൂടെ ആയിരുന്നു. കഴിഞ്ഞു പോയി നല്ല ദിവസമായിരുന്നു. എനിക്കിങ്ങനെ എന്താണ് സ്റ്റോപ്പ് ഇന്ന് വേറെ എനിക്കൊന്ന് ലോസ് ബുക്ക് ചെയ്യേണ്ട ഒരു ട്രേഡും വന്നിട്ടില്ല. എല്ലാ ട്രേഡും പ്രോഫിറ്റ് തന്നെയാണ് ബുക്ക് ചെയ്ത്. ഞാൻ ഈ ട്രേഡ് എടുത്ത് തന്നെ ഇന്നൊരു ബെയർ സ്പ്രെഡ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് ഓരോ ലോട്ടിനും എനിക്ക് 4,200 രൂപ 4147 അടുപ്പിച്ച് 4,200 അടുപ്പിച്ച് പ്രോഫിറ്റ് പെർ ലോട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ചിലർ പറയാം 200 രൂപ വാങ്ങിച്ച പുട്ട് 250 ആയിക്കോട്ടെ. എനിക്ക് ഈ മാർക്കറ്റിൽ വിശ്വാസം കുറവായത് കൊണ്ട്, മാർക്കറ്റ് റേഞ്ചും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ ടെൻഷൻ എൻ്റെ അവോയ്ഡ് ചെയ്യാനും എൻ്റെ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അതിനെ സ്പ്രെഡ് ആക്കി ഇട്ടു. അങ്ങനെ ബെയർ സ്പ്രെഡ് എടുത്ത് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയ ദിവസവും കൂടെ ആയിരുന്നു കടന്നു പോയത്. ബാങ്ക് നിഫ്റ്റി ആയാലും നിങ്ങൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി വെച്ചാലും അതേ സമയത്ത് നിങ്ങൾ നിഫ്റ്റി വെച്ചാലും നിങ്ങൾക്ക് വ്യക്തമായി, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ എല്ലാ സിംഗിൾ പ്രിന്റ്സും കിറ്റ് ചെയ്തു. നിഫ്റ്റി ആണെങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ എല്ലാ സിംഗിൾ പ്രിന്റും കിട്ടി. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വന്ന് താഴേക്ക് പോയ ദിവസവും കൂടെ ആയിരുന്നു നമ്മളെ മാർക്കറ്റിൽ സംഭവിച്ചത്. നിങ്ങൾ നോക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ എല്ലാ കാര്യങ്ങളും മാർക്കറ്റ് തട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളെ മാർക്കറ്റ് മുന്നോട്ട് പോവോ
താഴോട്ട് പോകുന്ന കാര്യം ഓർക്കണം. രണ്ടാമത്തെ കേസ് നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ POC 56,278 ഭാഗത്താണ് POC നിൽക്കുന്നത്. 56,280 ഭാഗത്ത് POC നിൽക്കുന്നു. നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 56. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ POCക്ക് താഴോട്ട് മെർജ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് നിങ്ങൾ നോക്കുമ്പോൾ. അതേ സമയത്ത് നമ്മുടെ നിഫ്റ്റി നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും POC നിൽക്കുന്ന 25,038 ഭാഗത്താണ് POC നിൽക്കുന്നത്. POCക്കും താഴോട്ട് മെർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം വോളിയം അവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാളെ ഇന്നത്തെ ലോയ്ക്ക് താഴെ നമ്മളെ മാർക്കറ്റ് പോയിട്ടില്ല എങ്കിൽ ചില ആൾക്കാർ പറയുന്ന പോലെ സ്മാർട്ട് മണി കൺസെപ്റ്റിലോ അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ കാരണം ഞാൻ പറഞ്ഞു അച്ഛൻ ഇവിടെയാണ്, ഈ വീട്ടിൽ നിന്നാണ് അവരെല്ലാം പുറത്തു പോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ഒരു മീൻ റിവേർഷൻ വരും. എവിടെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഇവിടെയാണ് ഫെയർ വാല്യൂ എന്ന് വെച്ചാൽ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ലോ 24,815 താഴെ നിഫ്റ്റി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈവൻച്വലി ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യണം. ഇവിടെ പീരീഡിൽ വന്ന സിംഗിൾ പ്രിന്റ് കിടപ്പുണ്ട്. അത് വെച്ച് പ്രകാരം അത് വെച്ച് 25,038 എന്ന് പറഞ്ഞാൽ ഈ POC വരെ നിഫ്റ്റി പോകേണ്ടി വരും. അതേപോലെ ബാങ്ക് നിഫ്റ്റിക്ക് എന്താണ് സിംഗിൾ പ്രിന്റ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് സിംഗിൾ പ്രിന്റ് ഇല്ല. എല്ലാ പ്യൂർലി നിങ്ങൾ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴും സ്പ്ലിറ്റ് എടുക്കുമ്പോഴും സിംഗിൾ പ്രിന്റ് ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ല. കാരണം ബാങ്ക് നിഫ്റ്റി പയ്യാണ് ഇറങ്ങിയത്. നിഫ്റ്റി പോലെ അടിച്ചങ്ങ് ഇറങ്ങിയിട്ടൊന്നുമില്ല. സോ ബാങ്ക് നിഫ്റ്റിയുടെ POC ആയി 56,277 ഭാഗത്തേക്കും ഇന്നത്തെ ലോ പ്രൊട്ടക്ട് ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും പോകും തിരിച്ച്. അങ്ങനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും POC റിട്രാക്ഷൻ അല്ലെങ്കിൽ മീൻ റിവേർഷൻ എന്നൊക്കെ പറഞ്ഞ ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവ് ആവുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആക്കിക്കൊള്ളുക. അപ്പൊ നമ്മളെ എല്ലാ ബെയറിഷ് റെഫറൻസ് മാർക്കറ്റ് പൊട്ടി താഴേക്ക് വന്ന ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് കടന്നു പോയത്. അപ്പൊ നമുക്കിനി നോക്കേണ്ട നാളെ മാർക്കറ്റ് എങ്ങനെ പോകും നോക്കണം. നാളത്തെ മാർക്കറ്റ് അപ്പൊ ചുരുക്കി ഇപ്പൊ നമ്മളെ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡബിൾ ഞാൻ ട്രെൻഡ് ഡേ എന്ന് പറയില്ല കേട്ടോ. ചിലർ പറയും സാറേ ഓപ്പൺ അറ്റ് ഹിയർ ക്ലോസ് അറ്റ് ഹിയർ അല്ലേ, അത് ട്രെൻഡ് ഡേ അല്ലേ? ട്രെൻഡ് ഡേ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വോളിയത്തിന്റെ ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ എപ്പോഴും ഓർത്തോളൂ, വോളിയത്തിന്റെ ഒരു ഫാക്ടർ. വോളിയം നല്ല വോളിയത്തോടു കൂടി മാർക്കറ്റ് അടിച്ചെങ്കിൽ മാത്രമേ ഇത് ട്രെൻഡ് ഡേ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയും എത്ര പല കാര്യങ്ങൾ ആൾക്കാർ ഡിഫർ ചെയ്താലും ഐ മസ്റ്റ് സേ ദിസ് ഈസ് എ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ. ഇതൊരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്. കാരണം എൻ്റെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി പഠിച്ച് വരേണ്ട ഏക കാര്യം ഫസ്റ്റ് മാർക്കറ്റ് പ്രൊഫൈലിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഫ്ലോയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, തേർഡ് സം ബേസിക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ സീക്വൻസ് എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം മാർക്കറ്റ് പ്രൊഫൈലിലെ പ്ലേലിസ്റ്റ് കാണുക, സെക്കൻഡ് ഓർഡർ ഫ്ലോയുടെ പ്ലേലിസ്റ്റ് കാണുക, തേർഡ് സം ബേസിക്സ് കാണുക. അപ്പം അത് പ്രകാരം നമ്മൾ അതിനകത്ത് ഡേ ടൈപ്പിലാണ് ഞാൻ വ്യക്തമായി പറയാം. ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഒരു സിംഗിൾ പ്രിന്റ് വന്ന് തടുക്ക് വന്ന് അതിനപ്പുറത്തൊരു നമ്മളെ രണ്ട് ബ്രെഡും ഇതിൻ്റെ ഇടയിലെ ജാമുമാണ് ഈ സിംഗിൾ പ്രിന്റ്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിനെ പറഞ്ഞാൽ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു ട്രെൻഡ് ഡേ അല്ല, ദിസ് ഈസ് എ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ. അപ്പൊ നമ്മളെ ക്ലോസിംഗ് താഴെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് താഴേക്ക് 24,800 താഴെ നിഫ്റ്റി പോയിട്ടില്ല എങ്കിൽ തിരിച്ച് ഈവൻച്വലി ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും 25,038 വരെ മാർക്കറ്റ് വരാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്. നമുക്ക് നോക്കേണ്ട താഴോട്ട് ഇനി പോയാൽ എങ്ങോട്ടാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഓർത്തോളുക 24,800 താഴെ നിന്നാൽ മാത്രമേ ഞാൻ ഇത് സെല്ലിംഗ് എടുക്കൂ. എത്രയാണ് 24,000. ഇന്നത്തെ POC എവിടെ നിൽക്കുന്നത് നമ്മളെ നമ്മളെ POC നിൽക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ അത് ആദ്യം നമുക്ക് മാറ്റാം. എന്താണ് POC നിൽക്കുന്ന ഏരിയ? നമുക്ക് ആദ്യം നോക്കേണ്ടത് POC 24,000 POC നിൽക്കുന്ന ഏരിയ 25,038. അപ്പൊ ഞാൻ ആ POCയുടെ ഭാഗം ഒന്ന് മാറ്റി 25,038 ഭാഗത്തേക്ക് ആ POC ഒന്ന് ഞാൻ മാറ്റി. ഫസ്റ്റ് അത് ആദ്യം ചെയ്തു, എന്റെ POC താഴേക്ക് കൊണ്ടുവന്നു. ഇനി എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ S1 ഈ S2 എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ 24,800. ഇനി ഇതിന് താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിന് ഒരു ചാൻസ് കാണുന്നുള്ളൂ 24,800. ഈ 24,800 പൊട്ടുകയാണെങ്കിൽ നമ്മളെ മാർക്കറ്റ് എങ്ങോട്ട് പോകും? അതല്ലേ നമ്മളെ സംബന്ധിച്ചുള്ള ഏക ക്വസ്റ്റ്യൻ. 24,800 മാർക്കറ്റ് പൊട്ടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് പോവേണ്ട ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ C പീരീഡിലെ നമ്മളെ ഇപ്പോഴത്തെ തേർഡ് S3 എന്ന് പറഞ്ഞ ആ ഒരു ലെവല് S1 ആക്ട് ചെയ്യുക. അതായത് 24,724 S2നെ ഞാൻ താഴേക്ക് മാറ്റി, S3യെ മാറ്റി, S1 എന്തായി 24,745 24,745 ആയിരിക്കും എന്നെ സംബന്ധിച്ചുള്ള S1. അപ്പം 24,800 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 24,745 ഭാഗത്തേക്ക് പോയി. 24,745 ഏതാണ് നമ്മുടെ ഏത് ദിവസം 5th ജൂണിന്റെ POCയുടെ ഭാഗത്തേക്ക് വരാം.
അതിന് താഴെ മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വരും? അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 24,685 എന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 24,685 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റ് 24,685 എന്ന് പറഞ്ഞ ആ ലെവലിലേക്ക് മാർക്കറ്റ് വരാം. 24,685. ഇനി അതിന് താഴെ നമ്മുടെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് എങ്ങോട്ട് വരാം? മാർക്കറ്റ് 24,602 എന്ന് പറഞ്ഞാൽ 4th ജൂണിന്റെ POCയുടെ ഭാഗത്തേക്ക് വരാം. 24,601 എന്ന് പറഞ്ഞാൽ 4th ജൂണിന്റെ POCയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. ഇവഞ്ച്വലി നിഫ്റ്റിയെ സംബന്ധിച്ച് 24,800 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 24,600ന്റെ ഭാഗത്തേക്ക് സ്പോട്ട് വരാനുള്ള ചാൻസ് അത്രയ്ക്ക് പാടല്ല, വരാൻ ചാൻസ് കൂടുതലാണ്. അത് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത് നമ്മുടെ താഴേക്കുള്ള പുറത്തോളുക. ബെയറിഷ് റെഫറൻസ് പൊട്ടി മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ കോൾസ് റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ പുട്ട് ബൈയിങ്ങിലേക്ക് പോവാളൂ. അല്ലാതെ ചാടി കയറി ബൈ ചെയ്ത് പണിയൊന്നും ആൾക്കാർ ആരും മാനിച്ചു വയ്ക്കില്ലെന്ന് ദേവി എന്ന് ഞാൻ പറയുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി പറയേണ്ടത് 25,095 മുകളിൽ മാത്രമേ ഇനി എൻ്റെ ബുള്ളിഷ് റെഫറൻസ് ഉള്ളൂ. അതായത് നമ്മുടെ കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ എന്ന് പറഞ്ഞ ഈ 3 ദിവസത്തെ വാല്യൂ ഏരിയ ലോയായ 25,096 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോകും? അപ്പൊ ചോദിക്കും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ POC 24,128ന്റെ ഭാഗത്തേക്ക് പോവാം. 25,128ന്റെ ഭാഗത്തേക്ക് പോവാൻ ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അങ്ങനെയായിരിക്കും 80% റൂള്. പല ആൾക്കാരെ 80% റൂൾ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. ഒന്നുമല്ല, മാർക്കറ്റ് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വാല്യൂ ഏരിയ ലോയ്ക്ക് ഒരു ബാലൻസ് ഏരിയ കയറി കഴിഞ്ഞാൽ വാല്യൂ ഏരിയ ഹൈ ടു വാല്യൂ ഏരിയ റൊട്ടേഷൻ നടക്കുന്നതിനെ പറഞ്ഞ പേരാണ് 80% റൂള്. സോ ആ ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് അടുത്ത വരുന്നത്? 25,180ന്റെ ഭാഗത്തേക്ക് 25,185ന്റെ ഭാഗത്തേക്കും 25,185ന്റെ ഭാഗത്തേക്കും പോകാം. ചുരുക്കി പറഞ്ഞാൽ R1ഉം R2ഉം മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. S1, S2, S3 വരച്ചിട്ടുണ്ട്. 24,800 ആയിരിക്കും സ്പോട്ടിൽ എൻ്റെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ 745, 685, 601ന്റെ ഭാഗത്തേക്ക് വരാനും ഇല്ല. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 25,096 മുകളിൽ 25,096 മുകളിൽ 25,128, 25,180 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് നമ്മളെ മാർക്കറ്റ് കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ. ഇനി നമുക്ക് ചോദിക്കേണ്ടത് എന്താണ്? ഇനി ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകണം എന്നറിയണല്ലോ. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വന്ന ബയറുടെ ഭാഗത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഫ്രഷ് സെൽ എന്ന് പറയുമ്പോൾ 55,875 താഴെ മാത്രമേ ഇനി സെല്ലുള്ളൂ. എത്രയാണ്? ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ POC നിൽക്കണം. ആദ്യം മാർക്ക് ചെയ്യുക. എവിടെയാണ് POC വന്നത്? 56,276 ആണ് POC. ഇപ്പൊ ഞാൻ ആ POC ആദ്യം മാറ്റട്ടെ. 56,276 ആണ് അതിന്റെ POC. ആശാന്റെ POC അവിടെയാണ്. നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 55,900, 55,900 താഴെ മാത്രമേ, അല്ല 55,875 താഴെ മാത്രമേ നിങ്ങൾ സെല്ലിനെ കുറിച്ച് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആയി. POC വന്നു, ബെയറിഷ് റെഫറൻസ് വന്നു. ഇനി 55,900 താഴെ 870 താഴെ ഇവിടെ നിന്ന് വരാം. 55,870 താഴെ നിൽക്കുകയാണെങ്കിൽ 55,666 55,666ന്റെ ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് S1 എന്ന് പറഞ്ഞാൽ 55,666 അതിന്റെ ഭാഗത്തേക്ക് S1 വരാം. എന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് S2 എന്ന് പറയാതെ എങ്ങോട്ട് പോകും? S2 എന്ന് പറയുമ്പോൾ ഇന്നലെ വന്ന സീസൈഡ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു FA സ്പോട്ടിൽ വന്ന 55,531ന്റെ ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 55,531ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 55,500. ഇപ്പം S1 എന്ന് പറയുന്നത് എന്താണ്? 55,875 താഴെ 55,666, 55,531 വരാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി നമുക്ക് ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെക്കുക. 56,578 മുകളിൽ 579, 56 കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ POC 56,579 മുകളിൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 56,665, 56,665 അതൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. അടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതൊന്ന് ഓർത്തോളൂ. 56,655 അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് എവിടം വരെ പോവാം? 56,832 വരെ പോവാൻ 56,832 വരെ പോവാനും ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 56,579 മുകളിൽ ഒരു ബൈ വരും.
അതുകൂടാതെ 56,660 മുകളിൽ 56,832 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റിക്ക് പോകാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഇതിന് മുകളിൽ പോയാൽ മാത്രമേ 56,570 മുകളിൽ പോയാൽ മാത്രമേ ബൈ എടുക്കുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,096 മുകളിൽ പോയാൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. നമുക്കിനി നോക്കേണ്ടത് ഇനി വരാൻ പോകുന്ന ന്യൂസുകൾ. അപ്പൊ നമുക്ക് ഇന്ന് വേറെ വലിയ ന്യൂസ് ഒന്നും കാണുന്നില്ല. ബ്രിട്ടന്റെ GDP വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ വീണ്ടും കോൺട്രാക്ടിങ് അല്ലെങ്കിൽ എക്കണോമിക് റിസഷനിലേക്ക് പോകുന്നതാണ് കൃത്യമായ രീതിയിൽ പറയുന്നത്. അതിനുശേഷം ഇന്ന് വൈകിട്ട് അമേരിക്കൻ മാർക്കറ്റിലുള്ള കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം കുറച്ചൊന്ന് കൂടി, കോർ PPI ഒന്ന് കുറഞ്ഞു. പക്ഷെ എന്നാ മൈനസ് ഇന്ന് കുറച്ച് എക്സ്പെക്ട് ചെയ്തു. കോർ PPI ഇയർ ഓൺ ഇയർ കുറച്ചും 3.3 ആയി. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജോബ്ലെസ് ക്ലെയിംസ് ഒന്ന് അമേരിക്കൻ മാർക്കറ്റിൽ കൂടിയിട്ടുണ്ട്. പിന്നെ PPI പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് അല്ലേ PPI, അതും കുറച്ചൊന്ന് കുറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിന് കുറച്ചൊക്കെ ഒരു ഇത് വന്നു. ഇന്നലത്തെ ഒരു TVയുടെ ഓപ്ഷനും കുറച്ച് നെഗറ്റീവ് ആയിരുന്നു. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡൗ ജോൺസ് ഇറങ്ങുന്നു, അതേപോലെ തന്നെ ഇതാണ് S&P ഇറങ്ങുന്നു, എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി തിരിച്ച് കയറുന്നു, ഇപ്പം ഇത് നോക്കിയാൽ അറിയാം. ഇതും ഡേറ്റ ഡിലേഡ് 10 മിനിറ്റ്സ് ഉണ്ട്, കാരണം ഇത് ഡേറ്റ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂ നോക്കാം. അപ്പം ഇതിനകത്ത് നോക്കിയാൽ അമേരിക്കൻ മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്, US 30 ഇറങ്ങുന്നുണ്ട്, നാസ്ഡാക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിയാൽ അതും വീണ്ടും ഒന്നും കുറച്ച് കയറി. നമ്മൾ 24 ഗിഫ്റ്റ് നിഫ്റ്റിയും ഒന്ന് 901 കിടന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം നിൽക്കണം 980. ഇപ്പൊ ചുരുക്കി 19 പോയിന്റ് ഗിഫ്റ്റ് നിഫ്റ്റി പ്ലസ് നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മളെ മാർക്കറ്റ് എത്രയാണ് 24,937 ക്ലോസ് ചെയ്തു. 24,985, ഒരു 50 പോയിന്റ് പ്ലസിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ മാത്രമേ മാർക്കറ്റ് ഉള്ളൂ. അപ്പം നമുക്ക് നോക്കേണ്ടത് ഈ നാളത്തെ ഈ ബെയറിഷ് റെഫറൻസ് മാർക്കറ്റ് പൊട്ടുമോ, നമ്മളെ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റിയെല്ലാം നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഒരിക്കൽ കൂടെ പറയുന്നുണ്ട്, ഇനി ഒരു 100 പേർക്കും കൂടെ വേണമെങ്കിൽ നമ്മുടെ വെബിനാർ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർ വ്യക്തമായി മെയിൽ ഐഡിയും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുത്തേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക, മെസ്സേജ് അയക്കുക, ഇല്ലെങ്കിൽ ആ വെബിനാറിൽ വരുമ്പോൾ വ്യക്തമായ രീതിയിൽ ചോദിക്കുക. അപ്പം വേറൊന്നുമില്ല, ചാനൽ കാണുക. വെബിനാറിൽ അപ്ലൈ ചെയ്യേണ്ട ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഇന്ന് ഞാൻ കൊടുത്തേക്കാം. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു.